അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുവട്ടത്ത് പ്രകാശത്താൽ പൂരിതമായ പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന ഒരു മിമ്പറുണ്ട്. അല്ലാഹു ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അലൈഹാ ഒരു വിഭാഗം ആളുകൾ ആ മിമ്പറിൽ ഇരുന്ന് സന്തോഷിക്കും, ആ മിമ്പറിൽ ഇരുന്ന് വിരാജിക്കുമെന്ന് മുത്തുനബിയേ മുഹമ്മദ് മുസ്തഫ. ലിബാസുഹും നൂർ, അവരുടെ വസ്ത്രങ്ങൾ പ്രകാശിക്കുകയാ. വജൂഹും നൂർ, അവരുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്, പ്രകാശിക്കുകയാ. വസ്ത്രം തിളങ്ങുന്നവരായി, മുഖം പ്രകാശിക്കുന്നവരായി അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുവട്ടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി ഒരു മനോഹരമായ നയനാനന്ദകരമായ ഒരു മിമ്പർ അല്ലാഹു പണിത് വെച്ചിരിക്കുകയാ. ലൈസൂ ബി അംബിയാ വലാ ശുഹദാ, അല്ലാഹു അത് ഒരുക്കി വെച്ചിരിക്കുന്നത് അമ്പിയാക്കന്മാർക്കോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവേ യുദ്ധക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് തന്റെ ശരീരത്തെയും തന്റെ ജീവനെയും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച, പടക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് പടപൊരുതിയ ശുഹദാക്കൾക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് വേണ്ടിയല്ല അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെയോ നബിമാരും ശുഹദാക്കളും കൊതിച്ചു പോകുമാറുള്ള ഒരു മനോഹരമായ നയനാനന്ദകരമായ ഒരു മിമ്പർ അല്ലാഹു പണിത് വെച്ചിരിക്കുകയാണ് അവന്റെ അർശിന്റെ താഴ്ഭാഗത്ത്. ആ സമയത്ത് സഹാബത്ത് അത്ഭുതത്തോടുകൂടി അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സിഫുഹും ലനാ, അത് ആർക്ക് വേണ്ടിയാണ് നബിയേ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് പറഞ്ഞതാ യാ റസൂലല്ലാഹ്. ആ പ്രകാശത്താൽ പൂരിതമായ മുഖം പ്രകാശിക്കുന്നവരായി, വസ്ത്രം പ്രകാശിക്കുന്നവരായി ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും ഇരുന്നുകൊണ്ട് മനോഹരമായ വെട്ടിത്തിളങ്ങുന്ന മിമ്പറിൽ ഇരുന്നുകൊണ്ട് വിരാജിക്കുന്ന ആ വിഭാഗം ആരാണ് നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹുമുൽ മുതഹാബ്ബൂന അവർ അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരാ. നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തുണ്ടാകൂലേ, നല്ലൊരു തോഴനുണ്ടാകൂലേ, നിങ്ങളെ നന്മയിലേക്ക് അടുപ്പിക്കുന്ന, നന്മയുടെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടുന്ന, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന, ഇൽമിന്റെ മജ്‌ലിസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന, നന്മയുടെ വഴികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ഇഷ്ട തോഴൻ നിങ്ങൾക്കുണ്ടാകൂലേ. ഹുമുൽ മുതഹാബൂന ഫില്ലാഹ്, അവർ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ, അവർ പരസ്പരം അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടവരാ. അവർക്ക് വേണ്ടിയാണ് അല്ലാഹു ആ മിമ്പർ ഒരുക്കി വെച്ചിരിക്കുന്നത്. വ മുത്തജാലിസൂന ഫില്ലാഹ്, അവർ അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാ, അല്ലാഹുവിന് വേണ്ടി ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവരാ, അല്ലാഹുവിന് വേണ്ടി ഖുർആനിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാ, അല്ലാഹുവിന് വേണ്ടി ദിക്റിന്റെ മജ്‌ലിസിലേക്ക് ആവേശത്തോടുകൂടി ശരീരത്തിന്റെ ഭാരം മറന്നുകൊണ്ട് കടന്നു വന്നവരാ. ഇവർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു ആ മിമ്പർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓ മുത്തസാബിറൂന ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സന്ദർശിച്ചവർ, അത് രോഗസന്ദർശനമാകട്ടെ, എന്ത് കാര്യമാകട്ടെ, ഒരു മുഅ്മിനെ നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പോയത് അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഈ മൂന്ന് വിഭാഗം ആളുകൾക്ക് വേണ്ടിയാണ് അവന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് വെട്ടിത്തിളങ്ങുന്ന നയനാനന്ദകരമായ മിമ്പർ. മുഖം പ്രകാശിക്കുന്നവരായി, വസ്ത്രം പ്രകാശിക്കുന്നവരായി ഒരു വിഭാഗം നാളെ പരലോകത്തിരുന്നു കൊണ്ട് വിരാജിക്കുമെന്ന് മുത്തുനബിയേ മുഹമ്മദ് മുസ്തഫ.
അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ.